അപ്പോൾ ഞാൻ നൈക്കയിൽ നിന്ന് റിപ്പബ്ലിക് ഡേ സെയിലിൻ്റെ സമയത്ത് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഇതായി എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. കുറേ കാലമായിട്ട് കാർട്ടിലിട്ട് വെച്ചതൊക്കെ കയ്യിലെത്തുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. നൈക്ക റിപ്പബ്ലിക് ഡേ സെയിൽ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ പ്രൈസിലാണ് കേട്ടോ ഞാൻ ഈ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചത്. കുറേ അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പ്രോഡക്റ്റ്സൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് എൻ്റെ തേർഡ് പർച്ചേസ് ആയിരിക്കും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വിഷ് കെയറിൻ്റെ സെറമൈഡ് ലിപ് ബാം ആയിരുന്നു. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ്. പിന്നെ ഇതാ നൈക്കയിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ബോബി ബ്രൗണിൻ്റെ ഒരു മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നെക്സ്റ്റ് പ്രോഡക്റ്റ് എപ്പിസോഫ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഇനി നല്ല സമ്മറൊക്കെ അല്ലേ വരുന്നത്, കുറച്ച് സ്കിൻ കെയർ ആകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വീനസിൻ്റെ ഒരു റേസർ ആയിരുന്നു. ഇതിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 245 റുപ്പീസ് ആയിരുന്നു പ്രൈസ് ആയത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോഡി ഹെയർസൊക്കെ ഈസിലി റിമൂവ് ചെയ്യാവുന്നതാണ്. വീനസ് റേസറിലെ അലോവേറ ടച്ച് സെൻസിറ്റീവ് സ്കിന്നിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ വീനസ് റേസറിൻ്റെ ഹെഡ് നല്ല ഫ്ലെക്സിബിളാണ്, അതുപോലെ തന്നെ ബ്ലേഡ്സ് നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ആയിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 58 ആണ്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നാത്ത ടൈപ്പ് ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കുന്നവരാണെങ്കിൽ ഇത് വേഗം പോയി വാങ്ങിക്കോ. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ പ്രൈസ് 266 റുപ്പീസ് ആയിരുന്നു. ഇതിപ്പോൾ എൻ്റെ തേർഡ് പർച്ചേസ് ആയിരിക്കും. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരുന്നൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഇതൊരു മോസ് ഫിനിഷിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. ഇതങ്ങനെ ഒത്തിരി നേരം ലോങ് ലാസ്റ്റിങ്ങും വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നല്ലൊരു ഷെയ്ഡാണിത്. ഇതൊരു പീച്ച് കളർ മിക്സ് ആയിട്ടുള്ളൊരു ന്യൂഡാണ്. നല്ലൊരു ഷെയ്ഡാണ് ഇത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷ് കെയറിൻ്റെ ഒരു ടിൻറ്റഡ് ലിപ് ബാം ആയിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് യൂസാണ്. ഞാൻ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ടിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കളറും കിട്ടും. ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ലിപ്പ് ലൈറ്റൻ ചെയ്യുന്നും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചുണ്ടിന് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 248 റുപ്പീസ് ആയിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പിസോഫ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. ഈ എപ്പിസോഫ്റ്റ് സൺസ്ക്രീൻ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇത് മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീനാണ്. അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറായി നമുക്കിത് യൂസ് ചെയ്യാം. ഡെർമറ്റോളജിസ്റ്റസ് റെക്കമെൻഡ് ചെയ്യണതുകൊണ്ട് തന്നെ ഇത് ഹൈപ്പോ അലർജനിക് ആണ്, പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് ഇത്. അതുപോലെ തന്നെ ഇത് ആക്നെ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ സേഫാണ് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്താൽ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീൻ തന്നെയാണ്. കൂടാതെ SPF 30 ഉള്ളതുകൊണ്ട് തന്നെ നല്ല സൺ പ്രൊട്ടക്ഷനും ലഭിക്കും. നല്ല സൺസ്ക്രീൻ തിരഞ്ഞു നടക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നൈക്കയിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റായി കിട്ടിയിട്ടുള്ള ബോബി ബ്രൗൺ മോയ്സ്ചറൈസർ സാഷയാണ്.
അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ വാങ്ങിയിട്ട് എനിക്ക് ടോട്ടലായിട്ടായത് 1378 രൂപയാണ്.